ഇറാൻ അമേരിക്ക സംഘർഷം, ഇറാൻ ഇസ്രയേലുമായുള്ള സംഘർഷം തുടങ്ങിയ നാൾ മുതൽ ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന നമ്മുടെ ഇന്ത്യക്കാരുടെ, നമ്മുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, ഇവരെല്ലാവരെയും കുറിച്ച് വലിയ ആശങ്കകളുണ്ട്. പ്രത്യേകിച്ച് ദുബായിലുള്ള, അറബ് രാജ്യങ്ങളിലുള്ള അവരെ കുറിച്ചെല്ലാം വലിയ ആശങ്കകളുണ്ട്. അപ്പോൾ ഈ സംഘർഷം ചിലപ്പോൾ മൂന്നാം മഹാലോക യുദ്ധമാകാൻ പോലും സാധ്യതയുള്ള ഈ സംഘർഷം എങ്ങനെയായിരിക്കും നമ്മൾ ഇന്ത്യക്കാരെയൊക്കെ ബാധിക്കുക? ഇപ്പൊ തന്നെ നമ്മളെ ബാധിച്ചു തുടങ്ങിയല്ലോ. അതെ, കാരണം നമ്മുടെ ഗ്യാസിന്റെ വില വല്ലാണ്ട് കൂടിക്കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ ഒരു ചായയുടെ വില ആയിരിക്കും ആദ്യം കൂടാൻ പോകുന്നത്, അല്ലേ? അങ്ങനെ അവശ്യ വസ്തുക്കളുടെ വിലകൾ കൂടും. അതേപോലെ തന്നെ ഇപ്പം ഇന്ന് ബംഗ്ലാദേശിൽ നിന്നൊരു വാർത്ത വന്നു. കാര്യം ബംഗ്ലാദേശിൽ ഇപ്പം ബൈക്കാണെങ്കിൽ 2 ലിറ്റർ പെട്രോൾ, കാറാണെങ്കിൽ അതുപോലെ റേഷൻ ഏർപ്പെടുത്തി പെട്രോൾ ബങ്കിൽ നിന്ന് വാഹനങ്ങൾ കൊടുക്കുന്നത്. അപ്പം ഇതൊക്കെ ഈ യുദ്ധത്തിൻ്റെ പ്രതിഫലനങ്ങളാണ്. എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ ഈ പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ അത്യാവശ്യം റിസർവ് ഒക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് 40 രാജ്യങ്ങളുമായിട്ട് നമ്മൾ എണ്ണ വാങ്ങിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം വന്നുകൊണ്ടിരുന്നത് ഈ മേഖലയിലാണ്. മാത്രമല്ല ഹോർമൂസ് കടലിടയ്ക്ക് അടച്ചു. ഇതിപ്പം ഇന്ത്യ ഗവൺമെൻറ് ഇന്ന് തീരുമാനം എടുക്കുമെന്നാണ് പറയുന്നത്. ഹോർമൂസ് കടലിൽപ്പെട്ട കപ്പലുകൾക്ക് സംരക്ഷണം കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കുണ്ടാവുന്ന ഒരു ഈ വാറിൻ്റെ ഗതിയിൽ ഇന്ത്യ എങ്ങനെയായിരിക്കും പൊസിഷൻ ചെയ്യുന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നു, നമ്മുടെ ഐറിസ് ദേന കപ്പൽ, അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കുള്ള ഒരു അമേരിക്കയുടെ ഒരു ചെറിയൊരു കൊട്ടായിരുന്നു. കാര്യം നമ്മുടെ വീട്ടിൽ വന്ന, അല്ലെങ്കിൽ നമ്മളുടെ രാജ്യത്ത് ഒരു അതിഥിയായിട്ട് വന്ന ഒരു യുദ്ധക്കപ്പൽ തിരിച്ചു പോയി നമ്മുടെ വീട്ടിന് പുറത്തേക്ക്, അല്ലെങ്കിൽ നമ്മുടെ പരിധിക്ക് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അതിനെ ടോർപിഡോ ഇല്ലാണ്ടാക്കി. അപ്പോൾ ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കയുടെ ഒരു സാന്നിധ്യം നമ്മളെ കൊണ്ട് അറിയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാധിക്കും. അതെ, നമ്മളുടെ ഇവിടെ വന്നിട്ട് ഗസ്റ്റായിട്ട് പോയൊരു കപ്പലിനെയാണ് അവർ തകർത്തിരിക്കുന്ന സാധനം. ഇപ്പം നമ്മൾ മറ്റൊരു കപ്പലിനൂടെ കൊച്ചിയിൽ ഇപ്പോൾ ഇവിടെ ഡോക്ക് ചെയ്യാനായിട്ട് നമ്മൾ അനുമതി കൊടുത്തിട്ടുണ്ട്. അതേസമയത്ത് അതുപോലെ തന്നെ നമ്മൾ ഖമേനിയുടെ നിര്യാണത്തിൽ നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി എംബസിയിൽ പോയിട്ട് ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. വളരെയധികം കോംപ്ലക്സ് ആയിട്ട് കിടക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഇതിനകത്ത് നമ്മൾ ഖമേനിയുടെ കൊലപാതകത്തിൽ അല്ലെങ്കിൽ വധത്തിൽ നമ്മൾ പ്രതിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഗൾഫ് മേഖലയിലുള്ള 1 കോടി ജനങ്ങളാണ്. നമ്മുടെ ഓരോ വീടുകളിൽ നിന്നും എടുത്തു നോക്കി കഴിഞ്ഞാൽ എത്ര ആൾക്കാരുണ്ടെന്ന് നമുക്കറിയാം. നമ്മുടെ കോൺടാക്ട് ലിസ്റ്റ് എടുത്താൽ ഒരു 100-100-നടുത്ത ആൾക്കാർ പുറത്തുണ്ട്. അപ്പൊ നമ്മളുടെ ഒരു എന്താ പറയാ, കേരളത്തിനകത്തെ ഒരു ജില്ല പോലെയാണ് ദുബായിയും മറ്റു പല സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ആൾക്കാർ കാണുന്നത്, അല്ലേ? ആൾക്കാർ പോയി വരുന്നതും ഈ പറഞ്ഞ പോലെ കേരളത്തിനെ സംബന്ധിച്ചിട്ട് ഇപ്പൊ കേരളത്തിലെ രാഷ്ട്രീയക്കാർ ഇപ്പം വലിയ ഈ അഴിമതി വാങ്ങുന്നത് അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങുന്നതിൻ്റെ ഒന്നും വാർത്തകളൊന്നും ഇപ്പോൾ വരുന്നില്ലല്ലോ മാധ്യമങ്ങളിലൊന്നും. അതിന്റെ കാരണം എന്ന് വെച്ചാൽ അതൊക്കെ അതിന്റെ കേന്ദ്രമൊക്കെ ദുബായിയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ദുബായിൽ വെച്ചിട്ടാണ് ഡീലുകളൊക്കെ നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളതൊന്നും അറിയാത്തത്. അപ്പൊ അത് ഞാൻ പറഞ്ഞത്, ഈ ദുബായ് നമ്മളുടെ ഈ കേരളവും ഇന്ത്യയും അല്ലെങ്കിൽ ഈ ഗൾഫ് രാജ്യങ്ങൾ എത്രമാത്രം അടുത്ത് കിടക്കുന്നു എന്നുള്ളതാണ്. അവിടെയുള്ള ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ അവിടുത്തെ 1 കോടി ജനങ്ങൾ തന്നെയാണ്. അവരുടെ താല്പര്യത്തെ കണക്കിലെടുക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് ഇന്നത്തെ പുതിയ സാഹചര്യത്തിൽ ഇപ്പൊ അമേരിക്കക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ നിലപാട് സ്വീകരിക്കാനോ ഈ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി എന്ന് പറഞ്ഞ നടക്കത്തില്ല. കാര്യം നമ്മുടെ താല്പര്യങ്ങൾ, രാജ്യത്തിന്റെ താല്പര്യങ്ങളെ കണക്കിലെടുക്കാതെ ഒരു ഗവൺമെന്റിന് ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റത്തില്ല. അതാണ് ശശി തരൂർ വൃത്തിയായിട്ട് പറയുന്നത്. ശശി തരൂർ കോൺഗ്രസിന്റെ നിലപാടല്ല പറയുന്നത്. അദ്ദേഹത്തിന് ഈ പറഞ്ഞ തലയ്ക്കകത്ത് ആള് താമസം ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ പേരിലാണ് ഈ ഗവൺമെന്റിന് രാജ്യത്തിന്റെ താല്പര്യം, അത് ഏത് ഗവൺമെന്റ് ആണെങ്കിലും അതേ പറ്റുള്ളൂ. രാജ്യത്തിന്റെ താല്പര്യം കണക്കിലെടുത്തുകൊണ്ട്, അവിടുത്തെ ജനങ്ങളുടെ താല്പര്യം കണക്കിലെടുത്തുകൊണ്ട്, രാജ്യത്തിന് പുറത്തുള്ള ജനങ്ങളുടെ താല്പര്യം കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് ദോഷം വരാത്ത രീതിയിൽ, രാജ്യത്തിന് ഗുണമുണ്ടാകുന്ന രീതിയിലുള്ള നടപടികൾ മാത്രമേ ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അത് ഇതുവരെ എടുത്തിരിക്കുന്ന നടപടികൾ ഇന്ത്യ ഗവൺമെന്റിൻ്റെ വളരെ എന്താ പറയുക, വളരെ സൂക്ഷിച്ചിട്ടുള്ളതും നിയന്ത്രിതവും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സംഗതി. ഏതൊരു സംഘർഷം നടന്നാലും ഒരു രാജ്യത്തിനൊപ്പം അന്ധമായി പുറകെ പോകുന്ന നയതന്ത്രപരമായി വളരെ മനോഹരമായിട്ട്, സത്യം പറഞ്ഞാൽ വളരെ ഡെലിക്കേറ്റ് ആണ്. കാരണം ഖൊമേനിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും അത് നമ്മുടെ കപ്പൽ പൊട്ടിച്ചതിന്റെ പശ്ചാത്തലം കൂടെയാണ്. അത് സൗഹൃദ രാജ്യമായിട്ടാണ് നമ്മുടെ ഇറാനിലെ ചബഹാർ എയർപോർട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇന്ത്യയും ഇറാനും കൂടെ സംയുക്തമായിട്ടാണ്. അപ്പോൾ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലുള്ള നമ്മളെ ഇന്ത്യക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു, രാജ്യത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നു. ഇനിയിപ്പോൾ ഇന്ന് നമ്മുടെ വൈകുന്നേരം മിക്കവാറും ഡിസിഷൻ വരുമെന്നാണ് അറിയുന്നത്. അതായത് ഈ
ഹോർമോസ് കടലിടക്ക് അടച്ചിരിക്കുകയാണ്. അപ്പം അവിടെ ഒരുപാട് ഈ പിന്നെ എണ്ണ കപ്പലുകൾ, വാണിജ്യ കപ്പലുകൾ സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. അവർക്ക് ഈ സംരക്ഷണം കൊടുക്കുന്നത് സംബന്ധിച്ചിട്ട് ഉള്ളൊരു തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ഈ പറഞ്ഞതുപോലെ രാജ്യത്തിൻ്റെ താല്പര്യം, എണ്ണയുടെ വരവുറപ്പാക്കൽ. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് പിന്നെ വേണമെങ്കിൽ നമുക്ക് പ്രതിഷേധമോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിയൊക്കെ ചെയ്യാം. പക്ഷേ ഈ സിറ്റുവേഷൻ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോൾ ആവശ്യത്തിനുള്ള ഇന്ധനം ലഭ്യമാക്കുക, അതൊരു ഏറ്റവും വലിയ ഉത്തരവാദിത്വമല്ലേ? എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ച് മുന്നോട്ട് പോയി എണ്ണ മുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ ഇതിലും വലിയ പ്രതിഷേധമായിരിക്കും നേരിടാൻ പോകുന്നത്. തീർച്ചയായിട്ടും. പ്രതിഷേധത്തെക്കാൾ ഉപരി ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇത് റൺ ചെയ്തുകൊണ്ട് പോകുക എന്നുള്ളൊരു വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് അതിന്റെ ലഭ്യത കുറയുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് നമ്മുടെ ബജറ്റിലേക്ക് കയറി കയറ്റം കണ്ടില്ലേ. മാത്രമല്ല ഇനിയിപ്പോ ഒരു മാസത്തിനകത്ത് ഒരു സിലിണ്ടറേ കിട്ടുന്നുള്ളൂ. മറ്റേതല്ല നമുക്ക് ഗ്യാസ് വെയിറ്റിംഗ് പീരീഡ് കൂടുന്നുണ്ട്. മറ്റേതല്ല ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ മറ്റേ ആ നമ്പർ ഒന്നടിച്ചു കഴിഞ്ഞാൽ ബുക്ക്ഡ്. വളരെ സിമ്പിളായിരുന്നു. അപ്പൊ ഇനി ചിലപ്പോൾ അത് മാറും. അപ്പൊ ഈ യുദ്ധത്തിന്റെ ഓരോരോ ചലനങ്ങൾ നമ്മുടെയൊക്കെ പേഴ്സണൽ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ച് തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ. അവിടെയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷം ശരിക്കും പറഞ്ഞാൽ ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമായി മാറേണ്ടത്. ഒന്നിലും മിനിമം ഇപ്രാവശ്യം ഒന്നും മിണ്ടാതിരുന്നിട്ട് ഒബ്സർവ് ചെയ്യുകയെങ്കിലും ചെയ്യാമായിരുന്നു. മറിച്ച് ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഈ മോദിയെയും BJP ഗവൺമെന്റിനെ അടിക്കാനുള്ള അവസരമാണെന്നുള്ള ഉപയോഗിച്ചുകൊണ്ട് അടിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത് വിഡ്ഢിത്തരമാണ്. കാരണം ഇത് സാധാരണ ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഒരു ഗൾഫിൽ 1-2 ആൾക്കാരുടെ കുടുംബമൊക്കെ ഉള്ള ഒരു വീട്ടുകാരാണ് നമ്മളെ കേരളത്തിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ അപ്പൊ അവര് വളരെ അവർക്ക് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് എന്ന് പറയേണ്ട ആവശ്യമില്ല, ഇല്ലേ? തങ്ങളുടെ പ്രിയപ്പെട്ടവർ സുരക്ഷിതമാകുമോ ഇല്ലയോ? കാര്യം ഒരു ദിവസം ഈ വിമാനങ്ങള് 2 ദിവസം അടുപ്പിച്ച് ക്യാൻസൽഡ് ആയി കഴിഞ്ഞാലും കേരളത്തിലുള്ള ആൾക്കാരുടെയും അവിടെയുള്ള മലയാളികളുടെയും ഒക്കെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പൊ ഈ രീതിയിൽ ഒരുപാട് സംഗതികൾ, വളരെ സങ്കീർണമായ വിഷയങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് എങ്ങനെ പോകും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഉദാഹരണത്തിന് ഇന്നിപ്പം നമ്മുടെ സർക്കാർ തീരുമാനിക്കുകയാണ് ഈ ഹോർമോസ് കടലിടുക്കിൽ പിന്നെ നീങ്ങാൻ കഴിയാതെ കിടക്കുന്ന കപ്പലുകൾക്ക് സുരക്ഷ കൊടുക്കുന്നു. അപ്പോൾ അത് ഇനി ഇതിനകത്ത് ഒരുപാട് ബാക്ക്ഡോർ ഡിപ്ലോമസിയിൽ നടക്കും. അപ്പോൾ ഇറാൻ ഒരു പക്ഷേ എങ്കിൽ ഇറാൻ നമ്മുടെ ഒരു സൗഹൃദ രാജ്യമായതുകൊണ്ട് ഇറാന്റെ അറിവോടുകൂടിയാണ് ഇത് നടക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ സുഖമായിട്ട് നടന്നിരിക്കും. ഇതിനിടയ്ക്ക് തന്നെ പല വാർത്തകൾ വരുന്നുണ്ട്. അത് ഐറിസ് ദേന കപ്പലിനെ തകർക്കാനായിട്ട് ടോർപിഡോ ചെയ്യാനായിട്ട് അമേരിക്കയ്ക്ക് വിവരം നൽകിയത് ഇന്ത്യയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വാർത്തകളും ഒക്കെ കോൺസ്പിറസി തിയറികളും ഒക്കെ നിലനിൽക്കുന്ന സമയത്ത് ഇതാർക്കും തള്ളിക്കളയാനും പറ്റത്തില്ല. ആഭ്യന്തരമായിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഇറാനിലെ ജനങ്ങൾ വിശ്വസിക്കുകയാണ്, ഇത് ഇന്ത്യ പറ്റിച്ച പണിയാണ്. അപ്പം ജനങ്ങൾ ഇപ്പൊ സർക്കാരുകൾക്ക് യഥാർത്ഥ വസ്തുത അറിയാമെങ്കിൽ പോലും ജനങ്ങളെ സംബന്ധിച്ചിട്ട് ഇത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ സർക്കാരുകൾക്കും ഇതിനോട് ജനങ്ങളുടെ കൂടെ നിൽക്കേണ്ട ഒരു അവസ്ഥകൾ വരും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപിടി സങ്കീർണമായ വിഷയങ്ങൾ ഇതിന്റെ പിന്നിൽ കിടപ്പുണ്ട്. അപ്പൊ ഇനിയുള്ള യുദ്ധത്തിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഏതെങ്കിലും രീതിയിലൊരു മീഡിയേഷൻ നടക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് ഈ പറഞ്ഞതുപോലെ ട്രംപിനും പറയാം, ഇത്രയും അടിച്ച് ഞങ്ങൾ തരിപ്പണമാക്കിയിരിക്കുകയാണ്, ഒരു ജീവകാരുണ്യ പ്രവർത്തനം എന്ന നിലയിൽ ഞങ്ങൾ ചില സാധനങ്ങളൊക്കെ സാങ്ഷൻസ് ഒക്കെ മാറ്റുന്നു എന്നൊക്കെ പറഞ്ഞൊരു ധാരണ ഉണ്ടാക്കി തലയൂരാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ഇറാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വീണ്ടും ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക്, താമസ സ്ഥലങ്ങളിലേക്ക് വീണ്ടും ഈ റോക്കറ്റുകൾ പോയി വീണ് തുടങ്ങിയത്. അപ്പൊ ഇതാണ് ഈ ഒരു നിലവിലുള്ള അവസ്ഥ. എങ്ങോട്ട് പോകും എന്നുള്ളത് നമുക്കിനി വരും ദിവസങ്ങളിൽ കണ്ടേ അറിയാൻ പറ്റും. അതെ, ഇപ്പോ ഒരു ഒറ്റ ചോദ്യമായി ചോദിച്ചാൽ അറബ് രാജ്യങ്ങളിലുള്ള നമ്മുടെ ബന്ധുക്കൾ, പ്രിയപ്പെട്ടവരൊക്കെ സുരക്ഷിതരാണോ? ഒരു യുദ്ധത്തിന്റെ സാന്നിധ്യത്തിൽ യുദ്ധം എങ്ങനെ പോകുമെന്ന് പറയാൻ പറ്റത്തില്ല. അമേരിക്കൻ പ്രസിഡന്റ് മാർക്ക് റൂബിയോ പറഞ്ഞത് ജയിക്കുക എന്നുള്ളത് മാത്രമേ ലക്ഷ്യമുള്ളൂ. അവർ യുദ്ധഭൂമിയിലാണ് പെട്ടിരിക്കുന്നത്, അതൊരു ഫാക്റ്റാണ്. നമ്മൾ വെറുതെ പേടിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് ചില ഫാക്ട്സ് ആണ്. അപ്പോൾ അതിൻ്റെതായ ഒരുപാട് വിഷമതകളും ഒന്നും വേണ്ട. ഈ മറ്റേ സൈറൺ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു ടെൻഷനെ കുറിച്ച് ആലോചിച്ചാണ്. അതിനെപ്പറ്റി ഓർക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്. രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് മനസ്സമാനത്തിൽ ഉറങ്ങാൻ പറ്റത്തില്ല. രാത്രി സൈറൺ വന്നാൽ കേൾക്കുമോ ഇല്ലയോ എന്നുള്ള, പലരും എയർ കണ്ടീഷൻ റൂമിലേക്കല്ലേ കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഇത് കേൾക്കുമോ ഇല്ലയോ എന്നുള്ള ടെൻഷൻ, അത് മാത്രം മതിയല്ലോ. അപ്പം നമ്മളുടെ അവിടെ ഉള്ളവരുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു അൺസർട്ടനിറ്റിയിൽ, അതല്ലെങ്കിൽ ഒരു അസന്നിഗ്ധാവസ്ഥയിൽ എത്തിയിട്ടുണ്ട്, ഒരു സന്നിഗ്ധാവസ്ഥയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്.
അതെ, അപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു നറേറ്റീവ് ഉണ്ടായിരുന്നു. ഇപ്പൊ ദുബായ് പോലുള്ള രാജ്യങ്ങൾ ടൂറിസത്തെ ആശ്രയിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടൂറിസത്തിന്റെ ആ ഒരു മേഖല നശിച്ചു പോകാതിരിക്കാൻ തങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ല എന്നവർ പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് ശരിയാണോ? അല്ല, ശ്രമിക്കുന്നുണ്ടെന്നുള്ളതിനേക്കാൾ ഉപരി അവർ ആ രീതിയിലാണ് പെരുമാറുന്നത്. അവരൊരു തങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ല. അല്ല, അവരൊരു PR വർക്കിനേക്കാൾ ഉപരി അവർ ഈ സിറ്റുവേഷൻ നേരിടുന്നുണ്ട്. ഉദാഹരണത്തിന് ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തു. ആ ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തപ്പോഴത്തേക്ക് ഇവിടെ വന്ന് പിന്നീട് വീണ്ടും വന്ന് ഇറങ്ങിയ ആൾക്കാർ പറഞ്ഞു കേട്ടായിരുന്നു, ഞങ്ങളുടെ എല്ലാ സംഗതികളും ദുബായ് ഗവൺമെന്റ് ആ നിമിഷം മുതൽ ഏറ്റെടുത്തു. ഞങ്ങളെ ഏറ്റവും നല്ല ഹോട്ടലിൽ കൊണ്ടുപോയി എല്ലാ ഇൻഫർമേഷനും പ്രൊവൈഡ് ചെയ്തു, നല്ല ഭക്ഷണം തന്നു, ഞങ്ങൾക്ക് ഒരു വിധമായിട്ടുള്ള ഒരു അസ്വസ്ഥതകൾ ഉണ്ടാകാതെ പ്രശ്നബാധിതമല്ലാത്ത എയർപോർട്ടുകളിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു. അപ്പൊ അത് ഗവൺമെന്റ് അവിടെയാണ് ആ ഗവൺമെന്റ് റെസ്പോൺസിബിലിറ്റി നമ്മൾ കാണേണ്ടത്. കാരണം അവർക്ക് ആ ഒരു ക്രെഡിബിലിറ്റി പോയി കഴിഞ്ഞാൽ ടൂറിസം പോയി, അവരുടെ നിലനിൽപ്പ് അതിനകത്തല്ലേ. അപ്പൊ ആ രീതിയിൽ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം ഭയങ്കരമായിട്ടുള്ള ഒരു സങ്കീർണത, ഒരു വല്ലാത്ത കോംപ്ലക്സ് സിറ്റുവേഷനിലല്ലേ. ഏത് നിമിഷം വേണമെങ്കിൽ വന്ന് റോക്കറ്റ് വീഴുകയും ചെയ്യാം, അത് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇപ്പൊ ദുബായ് തന്നെ അതിന് ഉദാഹരണമാണല്ലോ, അല്ലേ? സൗദി എല്ലാം അതിന് ഉദാഹരണമാണ്. ഇവിടെ എല്ലാം നമ്മുടെ ആൾക്കാരും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ നമ്മുടെ ആൾക്കാർ ഇപ്പോൾ ശരിക്കും ഉള്ളത് യുദ്ധഭൂമിയിൽ തന്നെയാണ്. അതിൻ്റെതായിട്ടുള്ള ഒരു പിന്നെ എന്താ പറയുക, പിരിമുറുക്കങ്ങളും സമ്മർദ്ദങ്ങളും ടെൻഷനും ഒക്കെ അവർക്കും ഉണ്ടാവും, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ എങ്കിലും ഈ പറഞ്ഞതുപോലെ ഈ ഗവൺമെന്റുകൾ അവരും ശക്തമായ നിലപാടൊക്കെ സ്വീകരിക്കുന്ന ഗവൺമെന്റുകൾ അവർ വെറുതെ കാര്യം വെച്ചാൽ അവരും വളരെ സൂക്ഷ്മതയോടുകൂടി ഓരോന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ ഈ അടിയിലും അതോടൊപ്പം തന്നെ ഇപ്പൊ തന്നെ ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ടാവും, നമ്മളറിയത്തില്ല. ഈ നമ്മളെപ്പോഴും ഈ ഡിപ്ലോമസി നടക്കുന്നത് പുറമേ കാണുന്നത് ചെറിയൊരു ശതമാനം മാത്രമേ ഉള്ളൂ. എപ്പോഴും ബാക്ക്ഡോർ ഡിപ്ലോമസിയാണ് ഈ ഡിപ്ലോമസിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. ഈ ബാക്ക്ഡോർ ഡിപ്ലോമസിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലേക്ക് അടിയണം.